ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫാബ്രിക് പെയിൻറ്റിങ് ഡിസൈൻ ചെയ്യാം. ഇതിന് പ്രത്യേക സ്കില്ലൊന്നും ആവശ്യമില്ല. ഇതിനായി ഞാനിവിടെ ഒരു കോട്ടൺ ബ്ലൂ കളർ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ഒരു പഴയ ബ്രഷുമാണ് നമുക്ക് വേണ്ടത്. ബ്രസിൽസ് എല്ലാം സ്പ്രെഡായി നിൽക്കുന്ന പഴയ ബ്രഷാണ് ഇതിന് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ളത്. ഇതുപോലെ ബ്രസിൽസ് സ്പ്രെഡായി നിൽക്കുന്നില്ല എങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ആക്കിയെടുക്കണം. അതിന് ഏറ്റവും ബെസ്റ്റ് പഴയ ബ്രഷ് തന്നെ ആയിരിക്കും. ഇനി നമുക്ക് ഏത് ഷേപ്പിലാണോ ഡിസൈൻ വേണ്ടത് ആ ഷേപ്പ് ഒന്ന് റഫായി സ്കെച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പാണ് ഉദ്ദേശിക്കുന്നത്. 2 കളറാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്, ലെമൺ യെല്ലോ ആൻഡ് വൈറ്റ്. ബ്രഷിൻ്റെ ഒരു വശം വൈറ്റിലും മറുഭാഗം യെല്ലോ കളറിലും മുക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വരച്ച് നോക്കുക. അതിനുശേഷം ഫാബ്രിക്കിൽ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ഒരു ഡോട്ട് ഇടുന്നുണ്ട് ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷൻ കാണിക്കുന്നതിനായി. ഇനി നമുക്ക് പെറ്റൽസ് ഒന്നൊന്നായി ഇതുപോലെ കൊടുക്കാം. ഓരോ ഇതളുകളുടെയും വശങ്ങളിൽ വരുന്ന നാരോ ലൈൻസ് ആണ് ഈ ഫ്ലവറിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ മധ്യഭാഗത്തായി ഡാർക്ക് ഒരു റെഡ് കളർ അല്ലെങ്കിൽ ബ്രൗൺ കളർ കൊടുക്കാം. അതിനായി ഞാനിങ്ങനെ റെഡും ഗ്രീനും മിക്സ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ സെൻറ്റർ പോർഷൻ മുഴുവൻ കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റെം വരയ്ക്കാം. ഗ്രീൻ കളറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പ് കവർ ചെയ്ത് പോകാത്ത രീതിയിൽ വരയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് ബഡ്സ് കൂടെ വരച്ച് ചേർക്കാം. ബാക്കിയുള്ള ഭാഗങ്ങളിൽ വൈറ്റ് ചെറിയ ചെറിയ ഡോട്ട്സുകൾ കൊടുത്ത് ഈ സർക്കിൾ നമുക്ക് ഫില്ല് ചെയ്യാം. ഇതേ ഫ്ലവേഴ്സ് വേറൊരു ഷേപ്പിൽ കൊടുത്ത ഡിസൈനാണിത്.
ഇത് ഫുൾ ഡിസൈൻ നിറയെ ഫ്ലവേഴ്സ് കൊടുത്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ ഒരു എഫക്റ്റാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ഫ്രം ശ്രീ ആർട്സ്.